അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ യുകെയിലെ ബട്ടർമിയർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി, നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലേക്ക് സൈഡിലേക്ക് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ലേക്കിൻ്റെ താഴ്വാരത്ത് അവിടെ എത്തും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന യുകെയിലെ നാട്ടിൻപുറത്ത് കാണുന്ന വീടുകളാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന വീടുകൾ പോലെ ഇവിടെ ഇംഗ്ലണ്ടിലുള്ള വീടുകൾ. നമ്മുടെ ഈ സൈഡിലൊക്കെ കാണുന്ന മതിലൊക്കെ കണ്ടോ? നമ്മുടെ നാട്ടിൽ ഈടൊക്കെ ചെറിയ കല്ലിന് പണിതേക്കുന്ന പോലെ ഇവിടെ പണിതിരിക്കുന്ന മതിലാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ അത് ഈ മലയൊക്കെ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുരന്നെടുത്തപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ കല്ലുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പണിതേക്കുന്ന വീടുകളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ആടൊക്കെ ഇവിടെ അടുത്തൊക്കെ ചുറ്റുംപുറമൊക്കെ ഫാമുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർ വളർത്തുന്ന ആടുകളാണ് കേട്ടോ. ഇതിൻ്റെ രോമത്തിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഇറച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ ആണ് ഇവർ പ്രധാനമായിട്ട് ഈ സാധനത്തിനൊക്കെ ഇവിടെ വളർത്തുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, ഏക്കർ കണക്കിന് ഏരിയ ഫെൻസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് ഇതിനൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഈ ഫാമൊക്കെ നടത്തുന്നവർക്ക് 90 വർഷത്തേക്ക് അങ്ങനെയൊക്കെ പല രീതിയിൽ പാട്ടത്തിന് അങ്ങനെ കൊടുത്തേക്കുന്നതാണ് ഈ ഏരിയകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇവർ ആട്, കോഴി, ഇതുപോലെ പശുക്കൾ ഇതിനൊക്കെ വളർത്തി അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ പ്രധാനമായിട്ടും ടൂറിസമാണ് കേട്ടോ ഇവരുടെയൊക്കെ വേറൊരു വരുമാനം കൂടി. ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള ഹോട്ടലുകളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുകെയുടെ അവിടെ ഉള്ളേരിയ, ഒത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഏരിയയാണ് ഇതൊക്കെ. അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. നമ്മളിപ്പോൾ ആടുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഒരു മലയൊക്കെ, ആ ഏരിയയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ലേക്ക് സൈഡിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഈ വഴി നേരെ പോകണം. ഇവിടെ ഇതുപോലെ തടിയിൽ പണിത് ഇഷ്ടം പോലെ ഗേറ്റുകൾ നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ ഏത് വെതറിലും നശിച്ചു പോകാത്ത രീതിയിലാണ് ഇവരിതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ വുഡൊക്കെ കെമിക്കലൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് നശിച്ചു പോകാത്ത രീതിയിൽ പണിത് വെച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ മലയുടെ താഴ്വാരത്തുള്ള ഫാം ഹൗസുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പണിതേക്കുന്ന നല്ല കല്ലേൽ പണിതേക്കുന്നതാണ്, സിമെൻറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിരിക്കുന്നതല്ല. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സെറ്റപ്പ് വീടുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേക്കിലേക്ക് എത്തും കേട്ടോ. മുഴുവൻ തടാകമാണ് കേട്ടോ, നല്ല കാറ്റുണ്ട് കണ്ടോ, അടിപൊളി ഏരിയയാണ്. ഇവിടെ ചുറ്റും പുറം ഫാമാണ് കേട്ടോ. ഫാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആട്, പശു അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വളർത്തി അങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. എന്തോ മരത്തിൽ എന്തോ പഴം ഉണ്ടായി കിടക്കുന്നതാണ് കണ്ടോ. വെള്ളം ഇങ്ങനെ കെട്ടി ഈ തടാകത്തിൽ നല്ല കിടക്കണ കാണാൻ, ഓളം വെട്ടി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഫെൻസൊക്കെ കെട്ടിയാണ് കേട്ടോ ഇവിടെ ആടുകൾ വളർത്തുന്നത്. അതിൽ നിന്ന് ചാടി വന്നേക്കണെയാണ്, അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പിൽ കൂടെ ചാടി വന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ അമ്മ റിട്ടേൺ കയറ്റി വിടുന്നത് ഇവിടെ ഇതിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പട്ടീനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെച്ച് ഇതിനെ റിട്ടേൺ അവരുടെ ഫാമിലേക്ക് തന്നെ കയറ്റി വിടും. കണ്ടോ എന്ത് രസം നോക്കി. ഈ മരം എൻ്റെ കമ്പെല്ലാം കണ്ടിച്ചു കളഞ്ഞോന്നുണ്ട് കേട്ടോ. കണ്ടോ, പേര് മാത്രമേ ഉള്ളൂ, ഒരു തടി. നല്ല അടിപൊളി വ്യൂവാണ്. ലേക്കിൻ്റെ സൈഡ് മുഴുവൻ ഒലീവിൻ്റെ മരങ്ങളാണ് കേട്ടോ. ഒലീവ് കായ് ഇങ്ങനെ മുഴുവൻ ചാടിക്കിടക്കുക. പിന്നെ നമ്മുടെ ഈ ലേക്കിൻ്റെ ഈ പുല്ലുള്ള സൈഡൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മീനെ കാണാം അവിടെ. മീൻ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട് ഇവിടെ. ഈ ലേക്കിലേക്ക് വെള്ളം വന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ വലിയ മലനിരകളില്ലേ, അവിടെ നിന്ന് കുറേ ഉറവ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ഉറവയുണ്ട്, പിന്നെ വലിയ രീതിയിൽ വെള്ളച്ചാട്ടം പോലെ അങ്ങ് മണ്ടേന്ന് വരുന്നുണ്ട് വെള്ളം. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. മലയുടെ മുകളിൽ നിന്ന് വെള്ളം ചാടണത് കാണണമെങ്കിൽ നമുക്കിത് ഈ തടിപ്പാലത്തിൽ കൂടെ കയറി പോകണം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന പോലത്തെയുള്ള തടിപ്പാലം
പക്ഷേ അതുപോലെ തെങ്ങും തടിയും കവുങ്ങും തടിയും ഒന്നല്ല ഇട്ടേക്കുന്നത്. നല്ല ഏത് വെതറി കിടന്നാലും പോവില്ലാത്ത തരം അടിപൊളി തടിയാണ്. കണ്ടോ, ഇവിടുന്ന് ഈ ലേക്കിൽ നിന്ന് ഈ വെള്ളം ഒഴുകി പോകുന്നതാണ് കേട്ടോ. ചെറിയ കനാൽ ഇതൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ കനാലിൽ വെള്ളം പോകുന്ന പോലെ ഒഴുകുന്നതാണത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ലേക്കിലേക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥലം എന്ന് പറഞ്ഞേ, അത് ആ മലയുടെ മണ്ടയിൽ നിന്ന്. കണ്ടോ, ഇങ്ങോട്ടേക്ക് കയറിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുക. ഇതിൽ കൂടെയൊക്കെ മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് കിടക്കുന്നുണ്ടോ. കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വെള്ളം വന്നത് കാണാമല്ലോ. കണ്ടോ, ഇത് കണ്ടോ, വെള്ളം കുത്തി വലിച്ച് ഇത് വലിയ മലയുടെ മണ്ടയിൽ നിന്ന് വരുന്നതാണ് വെള്ളം കേട്ടോ. ഇതിങ്ങനെ ഇതിലൊഴുകി ഇതിലെ പോയി നമ്മുടെ താഴെ കാണുന്ന ലേക്കിലേക്ക് ചെന്നെത്തും. ഒത്തിരി ഉയരത്തിൽ നിന്ന് വന്നതാണ്. നമുക്ക് ഇവിടെ നിന്നാൽ അതിൻ്റെ മൊത്തം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കണ്ടോ, ഈ വെള്ളം ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യത്തിനൊക്കെയാണ് കേട്ടോ. കൂടുതലായിട്ടും കൃഷി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ചുറ്റുംപുറം ഫാമൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ലേക്കിലെ വെള്ളം കൊണ്ട് നടക്കും. കണ്ടോ, നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്ത് കല്ലൊക്കെ ഇട്ട വഴി സ്റ്റെപ്പുകൾ കാണില്ലേ, അതുപോലെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇവിടുത്തെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ എന്തെങ്കിലും പട്ടിയൊക്കെ ആയിട്ട് നടക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഇരുട്ടൊക്കെ കാണുന്നില്ലേ, ഇപ്പോൾ ഇവിടെ സമയം 3:45 ആവുന്നുള്ളൂ കേട്ടോ, വൈകുന്നേരം. അപ്പോഴത്തേക്കും ഇരുട്ടൊക്കെ ആയി. ഒരു വനം പോലെയാണ് ഈ പ്രദേശം മുഴുവൻ. ഈ ലേക്കിന് ചുറ്റുമുള്ള പ്രദേശം കണ്ടോ, ഒരു വനത്തിൽ കൂടെ പോണ മാതിരി ഇരിക്കും. ഒരുപാട് പഴയ തടികളൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ. ആർക്കും വേണ്ട. നമ്മുടെ നാട്ടിലാണെങ്കിൽ വിറക് കത്തിക്കാനും പരിപാടികൾക്കൊക്കെ കൊണ്ടുപോയണേ. ഇവിടെ ഒന്നും ആരും ഉപയോഗിക്കില്ല. എല്ലാം ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം, ഇല്ലെങ്കിൽ ആരും അതിൽ കൈവയ്ക്കില്ല. കണ്ടോ, ഇരുട്ട് മൂടി മൊത്തത്തിൽ. ഇതുപോലെയുള്ള ചെറിയ ഉറവുകളും ഒത്തിരി ഉണ്ട് കേട്ടോ. അതെല്ലാം കറക്റ്റായിട്ട് ആ ലേക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അടിയിൽക്കൂടെ പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിക്കാനും നല്ല വെള്ളമായിരിക്കും, മേളിൽ നിന്ന് വന്നതല്ല. ഈ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാകുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഐസ് വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോകണം, അത്രയും തണുപ്പാണ്. എന്നാലും നമുക്ക് ഇറങ്ങാം കേട്ടോ, നല്ല അടിപൊളിയാണ്. കണ്ടോ, കാണുമ്പോൾ വെള്ളം അധികം ഇല്ലാന്ന് തോന്നുമെങ്കിലും നമുക്കൊന്ന് നീന്തി കുളിക്കാനുള്ള വെള്ളമുണ്ട് കേട്ടോ. നീന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ നീന്താൻ പറ്റില്ല, എന്നാലും വെള്ളമുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. വൈകുന്നേരമായിട്ടോ ഇവിടെ നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ കൂട്ടിൽ നിന്ന് ആടൊക്കെ പുറത്ത് ചാട്ടി ഇതിവിടെ നടക്കുന്നുണ്ട്. കണ്ടോ, ഇതേക്കണ ഒരുത്തൻ, അവനൊക്കെ കൂട്ടിൽ നിന്ന് ചാടി പോന്നേക്കണതാ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മലയുടെ മേളിലാണത്. അപ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിലേക്ക് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അല്ലാത്തവരെ സംബന്ധിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിൽ കയറാൻ, കാണാം, കുളിക്കാം, അതിനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങടേക്ക് വരുന്ന ഒരു ഏരിയ കുറച്ച് ഇടുങ്ങിയ വഴികളൊക്കെയാണ്. അപ്പോൾ വരുന്നവർ അതൊക്കെ ആലോചിച്ചിട്ട് ഡ്രൈവ് ചെയ്തെത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.